മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് അധിക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് തള്ളി സിപിഐഎം. പരാമർശം മതനിരപേക്ഷ കേരളത്തിന് യോജിച്ചതല്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. സിപിഐക്കെതിരായ വെള്ളാപ്പള്ളിയുടെ ഒരു നിലപാടിനോടും സിപിഐഎമ്മിന് യോജിപ്പില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കുക പിണറായി വിജയൻ തന്നെയാകുമെന്നും ന്യൂസ് മലയാളം വാർത്ത എം.വി. ഗോവിന്ദൻ ശരിവച്ചു. പിണറായി തന്നെ LDF-നെ നയിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെന്നും അങ്ങനെയെങ്കിൽ UDF-ന്റെ സീറ്റെണ്ണം കൂടും എന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രതികരണങ്ങളെ CPIM പിന്തുണയ്ക്കുന്നില്ല. മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യ രീതിയും സ്വീകരിക്കുമ്പോൾ യോജിപ്പ്. അങ്ങനെയല്ലാത്ത നിലപാടുകൾ എടുക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ചയുമില്ല. എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ സംവിധാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിനോടും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ സഹകരണവും അദ്ദേഹത്തിന് പരിപൂർണമായ പിന്തുണയും നൽകുന്ന ഒരു നിലപാടാണ് ഞങ്ങൾ ഇതേവരെ സ്വീകരിച്ചത്. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള തെറ്റായ പ്രവണതകളെയോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു തരത്തിലും ന്യായീകരിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടാണ്. CPIക്കെതിരായ വെള്ളാപ്പള്ളിയുടെ പരാമർശവും എം.വി. ഗോവിന്ദൻ തള്ളി. CPIക്കെതിരായ ഒരു പരാമർശത്തോടും CPIM-ന് യോജിപ്പില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും കാണുന്നത് CPIM-ഉം CPI-യുമാണ്. അപ്പോൾ നല്ല രീതിയിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് CPI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിനെതിരായിട്ട് വരുന്ന ഒരു തരത്തിലുള്ള പ്രയോഗവും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന നിലപാടുകളെ പിന്തുണയ്ക്കും. അതേസമയം BDJS തികച്ചും വർഗീയ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ്. BDJS-നോടുള്ള കടുത്ത എതിർപ്പ് എല്ലാ സന്ദർഭത്തിലും CPIM പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഘപരിവാറുമായി കൂട്ടുചേരുന്ന BDJS-നോട് തുടക്കം മുതൽ ഒറ്റ നിലപാടേയുള്ളൂ. സംഘപരിവാറിനെ നിശിതമായി എതിർത്തുകൊണ്ടല്ലാതെ കേരളത്തെ നിലനിർത്താനാകില്ല. RSS-ഉം BJP-യും കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാദവും തെറ്റാണ്. BJP-ക്കും NDA-ക്കും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാനായിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ LDF സജ്ജമാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ടേം വ്യവസ്ഥയിലെ ഇളവിൽ സസ്പെൻസ് നിലനിർത്തി. ആരൊക്കെ മത്സരിക്കണമെന്ന സാഹചര്യം നോക്കി തീരുമാനിക്കുമെന്നും എം.വി. ഗോവിന്ദൻ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മത്സരിച്ചാലും ഇല്ലെങ്കിലും പിണറായി തന്നെയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിക്കുക. ഗവൺമെന്റിന് അനുകൂലമാണ് സാഹചര്യം. ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ CPIM-നെയും ഒക്കെ നയിക്കുന്നതിൻ്റെ മുൻപന്തിയിൽ ഒരാൾ മാത്രം നയിക്കുന്നുള്ളതല്ല, മുൻപന്തിയിൽ സഖാവ് പിണറായി വിജയനായിരിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സംഘർഷാത്മകമായിരിക്കും. UDF-ൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അടി തുടങ്ങിക്കഴിഞ്ഞുവെന്നും പാർട്ടി സെക്രട്ടറി. UDF-ൽ തർക്കമെന്ന പരാമർശം കെ മുരളീധരൻ തള്ളി. LDF-നെ പിണറായി വിജയൻ തന്നെ നയിക്കും. പിണറായി നയിച്ചാൽ UDF-ന്റെ സീറ്റെണ്ണം കൂടും. പുതിയൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മനോഭാവം ജനങ്ങളിലുണ്ടാവും. പിണറായി എന്നെ നയിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റിൻ്റെ എണ്ണം കൂടുള്ളൂ. പിണറായി വിജയൻ മത്സരിക്കുന്നുവെന്ന വാർത്ത CPIM-ന്റെ ആഭ്യന്തര കാര്യമാണെങ്കിലും അവിടെ ഏകാധിപത്യമാണ് നടക്കുന്നതെന്ന UDF കൺവീനർ അടൂർ പ്രകാശ്. ജനാധിപത്യത്തിന് ഒരു വില കൊടുക്കാതെയുള്ള ഏകാധിപത്യ പ്രവണതയുമായി അവർ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, മൂന്നാം തവണയും പിണറായിയുടെ സർക്കാർ വരുന്നതിന് വേണ്ടി അതിനെ നയിക്കും എന്ന് അവർ പറയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള, വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശം, പ്രധാനമായും ഈ രണ്ട് വിഷയങ്ങളിലാണ് LDF UDF വാഗ്വാദം ഈ ഘട്ടത്തിൽ കനക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തീരുമാനം ഉചിതമായ സമയത്തുണ്ടാകുമെന്ന എം.വി. ഗോവിന്ദനും വയനാട്ടിൽ നാളെ തുടങ്ങാനിരിക്കുന്ന ശിബിരത്തോടെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾക്ക് പാർട്ടി പൂർണ്ണ സജ്ജമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി. തിരുവനന്തപുരം, പാലക്കാട് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.